ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചികിത്സ വൈകി രോഗി മരിച്ചതിൽ ശക്തമായ നടപടിക്ക് പോലീസ്. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ രോഗിയുടെ ഗുരുതരാവസ്ഥ ബന്ധുക്കൾ ആവർത്തിച്ചറിയിച്ചിട്ടും സമരക്കാർ കരുണ കാട്ടിയില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതിയാണിത്. ഇതിൽ പോലീസിന് എങ്ങനെയായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക? സലീം. റിജിത്ത്, വലിയ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ സമീപിക്കുന്നത്. കാരണം ആദ്യം ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസ് ഇതിൽ കേസെടുത്തിരുന്നില്ല. ഇന്നലെ ഈ വിഷയം വിവാദമായതിന് പിന്നാലെയാണ് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി FIR രജിസ്റ്റർ ചെയ്യുന്നത്. DCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ ആശുപത്രിയിലെ പ്രതിഷേധം ഏത് നിലയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ ഒരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞത് 5 മിനിറ്റ് മാത്രം രോഗിയില്ലാത്ത സമയത്ത് ഇവർ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണ് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടതാണ്. കാരണം ഈ FIR-ൽ തന്നെ പറയുന്നുണ്ട് 5:30 മുതൽ 2:30 മുതൽ 2:47 വരെയുള്ള സമയത്ത് 17 മിനിറ്റ് സമയം പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല അവിടുത്തെ ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വരികയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് ഉണ്ടായ ഒരു പ്രതിരോധം, ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതിരോധം, ഇൻഷുറൻസ് ഇല്ലാത്ത, ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനമാണ് അവിടെ ആംബുലൻസായി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ അതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ആ പ്രതിരോധവും പൊളിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടുകൂടി വലിയ പ്രതിരോധത്തിലാണ് ഈ പ്രതിഷേധ സമരം നടത്തിയ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിലവിലുള്ളത്. ഏത് നിലയിലാകും ഇതിനെ അവർ നേരിടുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇന്നലെ ഈ വാർത്ത 24 പുറത്തു കൊണ്ടുവരുമ്പോൾ 24-നെതിരെ വലിയ അധിക്ഷേപമായിരുന്നു ബന്ധപ്പെട്ടവർ ആ നിലയിൽ നടത്തിയത്. പക്ഷേ അത് പിന്നീട് അധിക്ഷേപമൊക്കെ വെറുതെ ആയിരുന്നു എന്നും 24-ന്റെ വാർത്തയായിരുന്നു സത്യമെന്നും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ബോധ്യപ്പെടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തിലാണ് വിഷയത്തെ കാണുന്നത്. ഒരല്പം നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഡോക്ടറുടെയും മൊഴി. ഡോക്ടറുടെ മൊഴി എന്തായാലും ഈ കേസിൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ പോലീസ് ഈ സമരം എന്നതൊക്കെ ജനാധിപത്യപരമായ അവകാശങ്ങളാണ്. പക്ഷേ അതിൻ്റെ രീതി, അതാണ് ഇവിടെ പ്രശ്നമായി നിൽക്കുന്നത്. സാധാരണ നിലയിൽ ഏത് സമരത്തിലാണെങ്കിലും, ഹർത്താലിലാണെങ്കിലും, ബന്ദിലാണെങ്കിലും ഒക്കെ ഒരു ആംബുലൻസിൽ ഒരു രോഗി ഗുരുതരാവസ്ഥയിൽ വരുന്ന സാഹചര്യത്തിൽ അത് ബോധ്യപ്പെട്ട് അതിന് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ സാധാരണ കാണുന്നൊരു കാഴ്ചയാണ്. അതൊരു മാന്യതയാണ്, ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ ചെയ്യേണ്ടതുമാണ്. ഇവിടെ അതുണ്ടായില്ല. ഈ പ്രാദേശിക നേതൃത്വം നടത്തിയൊരു സമരമാണ്. ഇതിനെ ജില്ലാ നേതൃത്വം അടക്കം ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഇവരെ, ഈ നടപടിയെ കൈവിടാൻ നേതൃത്വം തയ്യാറാവുന്നുണ്ടോ സലീം? പൂർണ്ണമായി റിജിത്ത്, ഇല്ല. ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. ഇന്നലെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അവർ പങ്കുവച്ച വീഡിയോയും ഉൾപ്പെടെ ഈ സമരത്തെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമരത്തെ ന്യായീകരിക്കുന്ന നിലയിലാണ് ജില്ലാ നേതൃത്വം ഈ നിലപാട് സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതൃത്വമൊന്നും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്ന് ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായം ഉണ്ടാവുകയും ചെയ്യും. ഈ സമയത്ത്, ഈ പ്രതിഷേധിക്കുന്ന സമയത്ത് രോഗി ഉണ്ടായിരുന്നില്ല എന്നും ഈ വാഹനത്തിൽ പോയാൽ അപകടമാണ് എന്നുള്ളതുമാണ് കോൺഗ്രസ് നിരത്തുന്ന പ്രതിരോധം. പക്ഷേ എന്തു പറഞ്ഞാലും ശരി, ഒരു ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധം നടത്തുന്നത് ഏത് നിലയിൽ ജനാധിപത്യ അവകാശമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം ഹോസ്പിറ്റൽ ആക്ട് പ്രകാരമാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. എത്ര തന്നെ പ്രശ്നമുണ്ടായാലും ആംബുലൻസ് തടഞ്ഞുള്ള ഒരു പ്രതിഷേധമൊന്നും ഒട്ടും ഔചിത്യപൂർണ്ണമല്ല എന്ന വിവേകത്തിലേക്കെങ്കിലും ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം എത്തണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിലേതുൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളാണ് നിലവിൽ ഈ സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. ഈ സമരം ന്യായമായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെയും അവകാശവാദം. എന്തായാലും ഈ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തെ തള്ളിപ്പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും കടുത്ത നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു പോലീസ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.